ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയമായ കാര്യങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം കൃഷ്ണന് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുക. അതായത് അവനവനെ കൊണ്ട് പറ്റുന്നവർ ഈ പറ്റുന്ന രീതിയിൽ ഇത് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ജീവിതത്തിൽ വലിയ 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 ഐശ്വര്യങ്ങൾ ഭഗവാൻ കൃഷ്ണൻ തരും. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ലളിതമായ കാര്യമാണ്. അപ്പോൾ അത് ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. ഇത് വ്യാഴാഴ്ച ദിവസം കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇത് സമ്പൽ സമൃദ്ധിക്ക് ഭഗവാന്റെ തന്നെ ഏറ്റവും വലിയ ഐശ്വര്യങ്ങൾക്ക് ഉള്ള വിദ്യ തന്നെയാണ്. ശരിയായിട്ട് ചെയ്തവരെല്ലാം ഭഗവാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് വീഡിയോ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമുള്ളവർ ചെയ്യുക. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാലേ ചെയ്യാതിരിക്കുക. എല്ലാം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ഒരാളുടെ കൈരേഖ, സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ അനുസരിച്ച് അവർ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, അത് മാത്രമാണ് പറയുന്നത്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിലാണ് ഓരോ വീഡിയോയിലും പറയുന്നത്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ്. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിൽ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോഴേ കൃഷ്ണനെ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഈ പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പാൽപ്പായസത്തിൻ്റെ രസീത് നടക്കി വയ്ക്കണം. അതായത് മന്ത്രം ഇതാണ്: ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ സർവസമൃദ്ധീം മേ ദേഹി ദദാപയ ക്ലീം ഹ്രീം നമ. ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം. എന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ആഴ്ച ഒന്ന് ചെയ്താൽ മതി. അത്ര ശക്തിയുള്ള ഒരു കാര്യമാണ്. അതായത് വ്യാഴാഴ്ച ദിവസം നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. കഴിയുന്ന വെളുപ്പിനെ പോകണം കേട്ടോ. ഒരു 6-നും 6:30-ക്കും ഇടയ്ക്കൊക്കെയാണ് ഫലം നിശ്ചയമാണ്. ആ സമയത്ത് പോയി നിങ്ങളൊരു പാൽപ്പായസത്തിന് രസീത് എടുക്കണം. രസീത് എടുത്ത് കയ്യിൽ പിടിച്ച് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് 3 വലത്ത് വെച്ച ശേഷം 3-ാമത്തെ വലത്തിന് ഈ രസീത് കയ്യിൽ പിടിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട്, മന്ത്രം നിങ്ങൾക്ക് വാഗോണ്ടോ ജപിക്കാം, മനസ്സിലോ ജപിക്കാം, എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല. ഭഗവാനിൽ മനസ്സ് ചെല്ലണമെന്നുള്ളതേ ഉള്ളൂ. ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ ഭഗവാനോട് പറയുക: ഭഗവാനെ, എനിക്ക് സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എല്ലാം നൽകണേ ഭഗവാനെ. സമ്പത്തും ഐശ്വര്യവും സന്തോഷവും അതനുഭവിക്കാനുള്ള യോഗവും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സമ്പത്തും എല്ലാം നൽകണേ ഭഗവാനെ എന്ന് പറയണം. എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ രസീത് പാൽപ്പായസത്തിൻ്റെ നടക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞ് ശരിയായോ, ഞാൻ നിന്ന് ശരിയായോ, ശ്രീകോവിലിന് മുന്നേ നോക്കിയ ശരിയായോ, ഒന്നും ചിന്തിക്കേണ്ട. നന്നായിട്ട് ഈ മന്ത്രം ചൊല്ലി, ഈ മന്ത്രം ഒരു 3 തവണ ചൊല്ലിയിട്ട് വേണം പാൽപ്പായസത്തിൻ്റെ രസീത് നടക്കി വെക്കാൻ. നടക്കി നേരെ നിന്ന് ഒരു 3 തവണ മനസ്സിലോ വാഗണ്ടോ ജപിക്കാം. ജപിച്ച ശേഷം വേണം ഈ രസീത് നടക്കി വെക്കാൻ. പാൽപ്പായസത്തിൻ്റെ വെച്ച് കഴിഞ്ഞ് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇതെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കണം. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, മഹത്തായ ഐശ്വര്യം, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി എല്ലാം പ്രാർത്ഥിച്ചോണം. എന്നിട്ട് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. എന്നിട്ട് ആ പാൽപ്പായസം മേടിച്ചിട്ട്, പാൽപ്പായസം ആകുമ്പോൾ പാൽപ്പായസം മേടിച്ചിട്ട് നിങ്ങളത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. പെട്ടെന്ന് ജീവിതം മാറും. അത്ഭുതകരമായ കാര്യമാണ് ഈ പറയുന്നത്. ആശ്ചര്യകരമായ കാര്യമാണ് പറയുന്നത്. ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. എന്താണെന്നറിയോ? ഇനിയിപ്പോൾ കുട്ടികൾക്കല്ല, പ്രായമുള്ളവർക്കാണെങ്കിലും കൊടുക്കുക. അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുക. അതാണ് പുണ്യം. പിന്നെ അതല്ല, മറ്റുള്ളവരിപ്പം കഴിക്കാൻ ആരുമില്ല എങ്കിൽ നമുക്ക് തന്നെ മേടിച്ച് കഴിക്കാൻ, അത് കുഴപ്പമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ വാങ്ങി അത് കഴിക്കുക. ഇനി കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെ വരുന്നവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ് പോന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ വാങ്ങി അത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു കുറച്ചുകൂടി ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ
നമ്മളുടെ ജീവിതത്തിലെ കുറച്ച് ഒരു 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 കർമ്മദോഷങ്ങളൊക്കെ അങ്ങ് മാറും. കുട്ടികൾക്കെല്ലാം പ്രായമുള്ളവർക്ക് കൊടുത്താലും അങ്ങനെ തന്നെ. അതായത് ഈ ഭഗവാനെ നേദിച്ച പായസം നമ്മൾ ഉപയോഗിക്കാതെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് വലിയ ഒരു 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 നമുക്കപ്പോൾ ഒരു ഭഗവാന്റെ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹവും മാത്രമല്ല കർമ്മദോഷങ്ങൾ നമ്മുടെ തടസ്സങ്ങൾ മാറ്റാനത് ഉപകരിക്കും. ഇപ്പോൾ ഈ പാൽപായസം ശരിക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് വ്യാഴാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ഇപ്പം മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്യാൻ പറ്റുള്ള മതി. ഇനിയും 2 വ്യാഴാഴ്ച ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്, കുറച്ചുകൂടി പെട്ടെന്ന് ഫലം വരും. അല്ല ഇപ്പം നമുക്ക് മാസത്തിൽ ഒന്നേ പറ്റുന്നുള്ളൂ, അത് മതി. സാധിക്കുന്ന പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം. മാസത്തിൽ ഒന്നെങ്കിലും ആവർത്തിക്കണം. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭഗവാൻ വലിയ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ നൽകും. ഇതിൻ്റെ അകത്ത് ഈ മന്ത്രത്തിനകത്ത് ഇത് ഭയങ്കര അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഈ മന്ത്രത്തിനകത്ത് ഓം ഹ്രീം, ഹ്രീം എന്ന് വെച്ചാൽ ശക്തി ബീജമാണ്, ഭുവനേശ്വരി ബീജമാണ്. അത് വളരെ പവർഫുള്ളാണ്. ഹ്രീമുണ്ട്, ഹ്രീം കഴിഞ്ഞ് ക്ലീം വരുന്നുണ്ട്. ക്ലീം എന്ന് വെച്ചാൽ വശ്യമാണ്, സർവവശ്യമാണ്. നമോ ഭഗവതേ, ഈ നമോ ഭഗവതേ എന്നുള്ളതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. നമോ ഭഗവതേ, ശരിക്കും ഭഗവതേ എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു വൈബ്രേഷൻ നമ്മുടെ ഈ തലയുടെ പുറവശത്ത് വരുന്നത്. തലയുടെ പുറവശത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ കേന്ദ്രമുണ്ട്, ഒരു ആത്മീയ സ്ഥാനമുണ്ട്, ഒരു ആത്മീയ പോയിൻ്റുണ്ട്. അതാണ് ശരിക്കും ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു പോയിൻ്റാണ് തലയുടെ പുറവശത്തുള്ളത്. പുറവശമായ കൃത്യം പുറവശമല്ല, കുറച്ചകത്തോട്ട് കയറിയായിരിക്കും. അതൊരു ആത്മീയമായ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഭഗവതേ എന്ന് പറയുമ്പോൾ അവിടാണ് അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അവിടാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്ന ഒരു കാര്യമാണത്. ഇത് നമ്മൾ അറിയാതെ ജപിച്ചാലും അറിഞ്ഞ് ജപിച്ചാലും എല്ലാം ഫലം ഉണ്ടാവും. അതാണ് നമോ ഭഗവതേ. അത് അറിഞ്ഞ് ജപിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ഗുണമുണ്ടാവും. നമ്മളത് സാധാരണ പോലെ ജപിച്ചാൽ മതി, നമ്മൾ ബലമൊന്നും പിടിക്കേണ്ട. അങ്ങനെ ഭഗവതേ എന്ന് പറയുമ്പോൾ തന്നെ ആ എനർജി മുകളിലോട്ട് എനർജിയുടെ ഒരു പ്രവാഹം ഉണ്ടായി. അത് ആ തലയുടെ പുറകിൽ തന്നെ അതിൻ്റെ ഒരു വൈബ്രേഷനോ ഒരു ചെറിയ ഒരു പോസിറ്റീവായിട്ടുള്ള നമുക്കൊരു അനുഭവം ഉണ്ടാകും. ആ പോയിന്റിൽ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാകും. ചിലപ്പോൾ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, എങ്കിലും അത് ജപിച്ചാൽ ഫലമുണ്ടാകും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട, നിങ്ങളങ്ങ് ജപിച്ചാൽ മതി. ഞാനിതിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് പറയുന്നുള്ളൂ. അപ്പം ക്ലീം ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ എന്ന ഒരു മന്ത്രത്തിന് അല്ലെ ആ ഒരു ശബ്ദോച്ചാരണത്തിന് ഓം നമോ ഭഗവതേ വാസുദേവായ, ഇവിടെ ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ എന്ന അത്ഭുത ശക്തിയുണ്ട്. വാസുദേവായ എന്ന് തന്നെ ഉച്ചരിച്ചാൽ തന്നെ എല്ലാ പിതൃദോഷങ്ങളും മാറും. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തും നമോ ഭഗവതേ വാസുദേവായ എന്നൊരു ഉച്ചാരണം വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് അത്ഭുത ശക്തികളാണ്. ഭഗവാൻ വാസുദേവ എന്ന് ഭഗവാനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ പാപങ്ങൾ ശമിക്കും, കർമ്മദോഷങ്ങൾ ശമിക്കും, പിതൃപ്രീതി ഉണ്ടാകും. ശരിക്കും പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ വീട്ടിലെ കലഹങ്ങൾ മാറും, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകും, സമ്പത്ത് വരും, സമാധാനം വരും, നമ്മൾ ഒരു ആപത്തിലും പോയി ചാടുകയില്ല. അങ്ങനെയൊക്കെ പിതൃപ്രീതി ഇല്ലാതെ വരുമ്പോഴാണ് തൊടുന്നതെല്ലാം നാശമായിട്ട് വരും. മാത്രമല്ല കലഹം, വഴക്ക്, കേസ്, എല്ലാം പ്രശ്നങ്ങൾ എപ്പോഴും നശിച്ച് എന്ത് തൊട്ടാലും അതെല്ലാം അധപ്പതനത്തിലേക്ക് വരും. പിതൃപ്രീതി ഉണ്ടെങ്കിൽ എന്തും തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് ഏർപ്പെട്ടാലും അതിൽ നമുക്ക് നേട്ടം, സന്തോഷം, സമാധാനം, സമ്പത്ത്, ഐശ്വര്യം ഇതൊക്കെ പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിനകത്ത് ഓം ഹ്രീം എന്നുള്ള ഹായ കേട്ടോ, ഞാൻ വീഡിയോയുടെ താഴെ എഴുതിയിടുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഇതിൻ്റെ അത് ഉച്ചാരണമുണ്ട്. അപ്പോൾ അത് ആ ഫലം തരുന്നതാണ്. ഇനി ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞായിരിക്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ മന്ത്രം എഴുതിയിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ താഴെ നോക്കിയാൽ മന്ത്രം കാണും. ചിലപ്പം ഇട്ടാൽ ഉടനെ മന്ത്രം കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ട് ആദ്യം കാണുന്നവർ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ ഞാൻ മന്ത്രം എഴുതിയിടും. അത് കുറച്ച് കഴിഞ്ഞ ആളെങ്കിൽ നോക്കിക്കോണം കേട്ടോ, കാണാൻ പറ്റും. അപ്പം മന്ത്രത്തിൻ്റെ ബാക്കി പറഞ്ഞുതരാം. ഓം ഹ്രീം ക്ലീം
നമോ ഭഗവതേ വാസുദേവായ. സർവസമൃദ്ധിയും, സർവസമൃദ്ധി എന്ന് വെച്ചാൽ എന്താ? ഈ എല്ലാ സമൃദ്ധിയും, അതിന് ധനം വരും, സമ്പത്ത് വരും, ഐശ്വര്യം വരും, സന്തോഷം വരും, സമാധാനം വരും, അഷ്ട ഐശ്വര്യങ്ങൾ വരും, സർവസമൃദ്ധിയും. അപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട കാര്യം, അതായത് ഒരു 90-99% ആളുകൾക്കും വേണ്ട കാര്യം ധനസമൃദ്ധി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ധനസമൃദ്ധി മനസ്സിൽ ചിന്തിച്ചാൽ മതി. സർവസമൃദ്ധി എന്ന് പറയുമ്പോൾ അല്ലെ ജപിക്കുമ്പോൾ നിങ്ങളത് മനസ്സിൽ കാണേണ്ടത് ധനസമൃദ്ധിയാണ് കേട്ടോ. അതായത് മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള കുടത്തിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളിലേക്ക് പതിക്കുന്നതായിട്ട് വിചാരിക്കണം. വളരെ മനസ്സിലായോ? അതാണ് സർവസമൃദ്ധി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. അങ്ങനെ ചിന്തിച്ച് മന്ത്രം ജപിക്കുമ്പോഴാണ് ഫലം ലഭിക്കുന്നത്. അപ്പോൾ ഓം ഹ്രീം ക്ലീം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ വാസുദേവനെ, ഭഗവാനെ, കൃഷ്ണനെ സ്മരിക്കണം. അത് കഴിഞ്ഞ് മഹാലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന കുടത്തിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളിലേക്ക് പതിക്കുന്നതായിട്ട്, വർഷിക്കുന്നതായിട്ട് വിചാരിച്ച് വേണം സർവസമൃദ്ധി എന്ന് ജപിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? സർവസമൃദ്ധിയും അങ്ങനെ ജപിക്കണം. അത് കഴിഞ്ഞ് മേ ദേഹി ദദാപയ, ദദാപയ എന്നാണ്, അതങ്ങനെ തന്നെ ജപിക്കണം. അത് പിന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്ന നോക്കിയേ ജപിക്കാവുള്ളൂ. ദദാപയ, 2 ദദാപയ ക്ലീം, പിന്നെയും വശ്യമായ ക്ലീം എന്ന ബീജം വരുന്നുണ്ട്. ക്ലീം ഹ്രീം, അവസാനം ശക്തി ബീജം വീണ്ടും വരുന്നു. ഹ്രീം നമ, അതാണ് ഈ മന്ത്രത്തിൻ്റെ രഹസ്യം. ഈ മന്ത്രം വളരെ 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 ജീവിതം മാറ്റുന്ന ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഇനി ഇതിനകത്ത് വേറൊരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത് ആരും പറഞ്ഞു തരത്തില്ല. കാരണം ഇത് ഞാനൊക്കെ സഞ്ചരിക്കുന്നത് ഈ വഴികളിലൂടെയാണ്. നമ്മളുടെ സഞ്ചാരം മുഴുവൻ ആത്മീയമായ അങ്ങനെയുള്ള ആ സന്യാസി വര്യന്മാരല്ലേ, അങ്ങനെയുള്ള അല്ലെ യോഗീശ്വരന്മാരല്ലേ, സിദ്ധന്മാർ, അങ്ങനെയുള്ള ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് ഈ അബദ്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും പുറകെ പോകരുത് കേട്ടോ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതൊക്കെ അബദ്ധങ്ങളായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ നല്ല കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം എവിടെ കേട്ടാലും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രം സ്വീകരിക്കുക. കാരണം ഞാനീ പലപ്പോഴും പലയിടത്തും ഈ ചിലപ്പോഴൊക്കെ കേൾക്കുന്നുണ്ട് ഈ പല കാര്യങ്ങളും പറയുന്നത് അബദ്ധങ്ങളാണ് പറയുന്നത് പലതും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. കാരണം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിയായ കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായം, എന്നാൽ നല്ല കാര്യങ്ങളും പറയുന്നവരുണ്ട്, അതിനെ ഫോളോ ചെയ്യണം. ഈ നമോ ഭഗവതേ എന്ന് ജപിക്കുമ്പോൾ, നമോ എന്ന് ജപിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. നമോ എന്ന് ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിനകത്ത് നമോ ഭഗവതേ എന്നൊരു ഉച്ചാരമുണ്ട്. അപ്പോൾ നമോ ഭഗവതേ എന്ന് ജപിക്കുമ്പോൾ ആ പ്രാണനിലേക്ക് ഒരു ഊർജത്തിൻ്റെ സഞ്ചാരം ഉണ്ടാകും. നമോ എന്ന് ജപിക്കുമ്പോൾ ആ മായയുടെ ഉച്ചാരണം വരുമ്പോൾ ആ പ്രാണനിലേക്ക് ഊർജത്തിൻ്റെ ഒരു സഞ്ചാരം ഉണ്ടാകും. അതാണ് നമോ ഭഗവതേ. നമോ മേളിലോട്ടാ. നമോ എന്ന് പറയുമ്പോൾ പ്രാണനിലേക്ക്, പ്രാണൻ നെഞ്ചിനുള്ളിലാണ് പ്രാണൻ കൂടിയുള്ളത്. ആ പ്രാണനിലേക്ക് ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകും. എവിടെ നിന്നുണ്ടാകും? അപാനനിൽ നിന്നുണ്ടാകും. അപാനൻ എന്ന് പറഞ്ഞാൽ വയറ്റിനുള്ളിലുള്ള മലമൂത്ര വിസർജനാദികളെ സഹായിക്കുന്ന വായുവാണ്. അവിടുന്ന് മുകളിലേക്ക് പ്രാണനിലേക്ക് ഊർജത്തിൻ്റെ സഞ്ചാരം ഉണ്ടാകും നമോ എന്ന് ജപിക്കുമ്പം. ആ പ്രാണനിൽ നിന്ന്, നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവതേ എന്ന് പറയുമ്പോൾ നേരെ മുകളിലേക്ക് സഞ്ചാരമുണ്ടായി നിങ്ങളുടെ ആജ്ഞാചക്രത്തിൻ്റെ പുറയിലുള്ള, അതായത് തലയുടെ പുറയിലുള്ള ഒരു ആത്മീയമായ ഒരു സ്ഥാനമുണ്ട്. ആ പോയിന്റിലേക്ക് നമോ ഭഗവതേ എന്ന് പറയുമ്പോൾ അവിടം വരെ ആ ഊർജ്ജം എത്തും. അപ്പം അതുകൊണ്ടാണ് ഇത് അത്ഭുത ശക്തിയുള്ള മന്ത്രമെന്ന് പറയാൻ കാര്യം. നിങ്ങൾ അതൊന്നും ചിന്തിച്ചൊന്നും ജപിക്കേണ്ട. നിങ്ങൾ സാധാരണ ജപിക്കുന്ന പോലെ ചെയ്താൽ മതി, ചൊല്ലിയാൽ മതി, സാധാരണ സിമ്പിളായിട്ട് ജപിച്ചാൽ മതി. ഞാനതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ, അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ചെയ്തോളുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം കൂടുതൽ പെട്ടെന്ന് മാറ്റം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചകൾ ആവർത്തിക്കണം. ഇനി അതല്ല, എനിക്കിപ്പോൾ മാസത്തിൽ ഒരു വ്യാഴാഴ്ച ചെയ്താൽ മതി എന്നുള്ളവർ അങ്ങനെ ചെയ്യുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഭഗവാനെ വിശ്വസിച്ച് ചെയ്താൽ അത്ഭുതകരമായ ധനപ്രാപ്തി ഉണ്ടാകും. ഈ മന്ത്രം ജപിക്കുന്നത് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ നിന്ന് മതി, അല്ലാതെ ജപിക്കണ്ട കേട്ടോ. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. പടി കിട്ടിയോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അതൊരു അത്ഭുത ശക്തിയുള്ള ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ഈ വിദ്യ ഇങ്ങനെ ചെയ്യുക, മനസ്സിലായല്ലോ. ഓരോന്നിനും ആ രീതി ചെയ്യുമ്പോഴത് ഫലം ഉണ്ടാകുന്നത്. അത് മതി, കൂടുതലൊന്നും വേണ്ട.
അപ്പം അത് വലിയ ഐശ്വര്യങ്ങൾ നൽകും. ഇനിയും പറയാൻ പോകുന്നത് അപാരമായ ഒരു വശ്യശക്തിയുള്ളൊരു വിദ്യയെക്കുറിച്ചാണ്. നിങ്ങൾ ഗണപതിയുടെ നടയിൽ പോയിട്ട് വെള്ളിയാഴ്ച കറുകമാല മേടിക്കണം. കറുകമാല അവിടെ മാല കിട്ടുന്നവരോട് ചോദിച്ചാൽ കിട്ടും. കറുകമാല കയ്യിൽ പിടിച്ച് ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ. ഹ്രീം എന്നുള്ള ഹ അറിയാമല്ലോ, കായല്ല ഹ. ഹ്രീം ഗം എന്നുള്ള ഗാ എഴുതി 0, ഗണപതിയുടെ ബീജം. ഹ്രീം അപ്പം 2 ഹ്രീമും അതിൻ്റെ നടുക്ക് ഗമ്മും വരും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹ്രീം ഗം ഹ്രീം വശമാനയ സ്വാഹ, ഇത്രയേ ഉള്ളൂ. ഈ മന്ത്രം ജപിച്ച് 3 തവണ ജപിച്ച് നിങ്ങൾ കറുകമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കണം. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ ആ കാര്യം നിങ്ങൾ എങ്ങനെ വേണം, നിങ്ങളുടെ വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിലൂടെ വിടുക. അപ്പോൾ ഇടതുമൂക്കിലൂടെ വിടുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം നടന്നതായിട്ട് സങ്കല്പിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട്, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ മന്ത്രം ജപിച്ചിട്ട് ഇടതുമൂക്കിലൂടെ ഈ മന്ത്രം ജപിച്ച് കയ്യിൽ കറുകമാല വെച്ച് ഈ മന്ത്രം 3 തവണ വാ കൊണ്ട് ജപിക്കണം. എന്നിട്ട് വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിലൂടെ ശ്വാസം നിങ്ങളുടെ വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത്, എൻ്റെ ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പം നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ വലത് നിങ്ങളുടെ ഇടത്തായിട്ട് തോന്നും. അതൊന്നും നോക്കണ്ട. നിങ്ങളുടെ വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിലൂടെ നീട്ടി വിടണം. നീട്ടി വിടുമ്പം നിങ്ങൾ എന്ത് കാര്യമാണോ നടക്കാൻ ഉദ്ദേശിക്കുന്നത് നടന്നതായിട്ട് വിചാരിച്ച് ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിച്ച് നോക്കുക. ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. അപ്പം ഒന്നുകൂടെ പറയാം, കറുകമാല തന്നെ വേണം. കറുകമാല കയ്യിൽ പിടിച്ച് ഗണപതിയുടെ നടയിൽ നിന്ന് ഈ മന്ത്രം 3 തവണ വാ കൊണ്ട് ജപിച്ച ശേഷം വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടതുമൂക്കിലൂടെ നീട്ടി വിടുക. മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്താൽ മതി. നീട്ടി വിടുക. നമ്മളങ്ങ് സങ്കല്പിച്ചാൽ മതി. വലതുമൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതായിട്ടും ആ ശ്വാസം ഇവിടെ ടച്ച് ചെയ്യണം. നമ്മളിവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ വലതുമൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്ത് നിങ്ങളുടെ ഇടതുമൂക്കിലൂടെ നീട്ടി വിടുക. വിടുമ്പോൾ ഈ ശ്വാസം നീട്ടി വിടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു കാര്യം ചിന്തിക്കുക, അത് നടന്നതായിട്ട് വിചാരിച്ച് ചെയ്യുക. അത്ഭുതകരമായിട്ട് ആ കാര്യം നടക്കും. ഇത് വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക. ഈ വിദ്യ 1 or 3 തവണ ചെയ്യാം. ഈ ശ്വാസവിദ്യ കേട്ടോ, 1 തവണ ചെയ്താലും മതി. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അത്ഭുതകരമായ കാര്യമാണ്. ഈ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച മുരുകന് കുമാരസൂക്ത അർച്ചന രാവിലെ ചെയ്യുക. ഇത് 12 മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച ചെയ്യുക. മാസത്തിൽ 1 വീതം. പിന്നെ 1 മാസം വിടണം, ചെയ്യാതെ ഇരിക്കണം. പിന്നെയും വേണ്ടവർ ആവർത്തിക്കുക ഓരോ മാസം. അങ്ങനെ 12 എണ്ണം ചെയ്യുക. പിന്നെ വേണേ 1 തവണ വിടുക, 1 മാസം ചെയ്യാതിരിക്കുക, വീണ്ടും അങ്ങനെ ആവർത്തിക്കുക. ഇത് കൃത്യമായിട്ട് ചെയ്തവർക്കെല്ലാം ഞാൻ അത്ഭുതകരമായ കാര്യം പറയും. ഇത് ഞാൻ വീണ്ടും ആളുകൾക്ക് പ്രയോജനം കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. ഭൂമി, വീട്, സമ്പത്ത്, ഐശ്വര്യം, ജോലി എല്ലാം മുരുകൻ നൽകിയിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. അത്ഭുതകരമായ കാര്യമാണ്, ആശ്ചര്യകരമായ കാര്യമാണ്. നമ്മൾ അതും ഇതൊന്നും കുറേ ചെയ്ത് നടക്കുന്നതിലല്ല കാര്യം. നമ്മുടെ ജീവിതം മാറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സത്യസന്ധമായ നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയുമ്പോഴും ചെയ്യുമ്പോഴും മാത്രമാണ് ജീവിതം മാറുന്നത്. അല്ലാതെ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ കേട്ടുകൊണ്ടോ ഒന്നുമല്ല. നമ്മളത് ശരിയായിട്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ടത് നമ്മളെല്ലാം അറിയണം. പക്ഷേ നമുക്ക് വേണ്ടത് അതിന് തിരഞ്ഞെടുത്ത് നമുക്ക് പറ്റുന്നത്, പലർക്കും പല കാര്യമായിരിക്കും പറ്റുന്നത്. ഇത് തന്നെ ചെയ്ത് രക്ഷപ്പെട്ടവരുണ്ട്. വണ്ടി മേടിച്ചു, ഭൂമി മേടിച്ചു, ഒക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞു. മുരുകനെല്ലാം നൽകും. കുമാരസൂക്ത അർച്ചനയ്ക്ക് 50 രൂപയുടെ ആകത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അത്ഭുതകരമായ കാര്യമാണ്. അത് എന്ന് ചെയ്യണം? മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച രാവിലെ മുരുകക്ഷേത്രത്തിൽ ചെയ്യണം കുമാരസൂക്താർച്ചന. അങ്ങനെ 12 മാസത്തിൽ 1 ചെയ്താൽ മതി. എല്ലാം മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച. അങ്ങനെ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച എടുക്കണം കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്കത് അറിയത്തില്ല, ഇംഗ്ലീഷ് മാസം ആദ്യത്തെ ഞായറാഴ്ച എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മലയാള മാസം കണക്കിൽ പോകുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെയാണ് അനുഭവത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പം മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച എടുക്കുക. അങ്ങനെ 12 മാസം അടുപ്പിച്ച് ചെയ്യണം. പിന്നെ 1 മാസം ചെയ്യാതെ വരണം. പിന്നെ അത് ആവർത്തിക്കണം. ചെയ്തവരെ പിന്നെ അങ്ങനെ 1 മാസം 12 കഴിഞ്ഞ് 1 മാസം വിട്ടിട്ട് വേണേൽ ആവർത്തിക്കാം. അങ്ങനെ ഇന്നും ചെയ്യുന്നവരുണ്ട്. അതായത് ഒരു തരത്തിലും എന്ത് ചേട്ടൻ രക്ഷപ്പെടാത്തൊരു ഭൂമി, വീട്, വാഹനം. അത് എത്ര വാഹനമാണ് മേടിക്കുന്നത്? എത്ര വാഹനം? ഒരു വാഹനമൊന്നുമല്ല. അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. മാത്രമല്ല ആ വ്യക്തിയുടെ ദുർസ്വഭാവങ്ങളെല്ലാം മാറും. മദ്യപാനം ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ മാത്രമല്ല ആ വ്യക്തിയെ ബാധിക്കുന്ന എല്ലാ
ഈ മോശമായ കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകും. ദുഷിച്ച കൂട്ടുകെട്ടുകളെ ഇനി ഞാൻ ദുഷിച്ച കൂട്ടുകെട്ടുകൾ മാറാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കാരണം പലരും ഈ പല ആളുകളിൽ നിന്നും പലർക്കും രക്ഷപ്പെടേണ്ടതായിട്ട് ചില സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാം, അവരിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വീട്ടിൽ വേറെ ആർക്ക് ചെയ്താലും വേറെ ആരെങ്കിലും ചെയ്താലും ഫലം ഉണ്ടാവും. രാവിലെ കുളിച്ച് ഈറനോടെ തല തോർത്തുന്നതിന് മുമ്പ് ഈറനോടെ വേണം. രാവിലെ കുളിച്ച് നമ്മൾ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഈറനോടെ നിന്ന് കുളിമുറി നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതുനെഞ്ചി തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലേ പാല. ഇത് 3 തവണ വാഗുകൊണ്ട് ജപിച്ചിട്ട് ഹൃദയത്തിൽ ഇരിക്കുന്ന കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട് നമ്മൾ ആവശ്യപ്പെടുക, ഇന്ന വ്യക്തിക്ക് ഇന്ന വ്യക്തിയുമായി നിന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകെട്ടൊക്കെ മാറും. വിശ്വാസത്തോടെ പറയണം. പിന്നെ തല തോർത്തുക, വലതുകാലം വെച്ചിറങ്ങുക, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഈ ദിവസവും ചെയ്ത് നോക്കുക, എന്തും അമ്മ സാധിച്ചു വരും. അപ്പോൾ ചില അമ്മമാർ വന്ന് പറയാറുണ്ട് മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ആരെങ്കിലും പിള്ളേർ രക്ഷപ്പെട്ടു പോകുന്ന പെട്ടോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ചില കൂട്ടുകാരുണ്ട് നശിപ്പിച്ചേ മാറത്തുള്ളൂ. അത് അങ്ങനെയുള്ള ചില പാർട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് ഒരു അമ്മ അത് കൈകാര്യം ചെയ്തോളും വേണ്ട രീതിയിൽ. പക്ഷേ അവരെ ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.